വിവോയുടെ വിവോ Y21a എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y21a എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ Y21aയിൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ ചില ഫോണുകളിലൊക്കെ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ മാർക്കറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 എന്ന ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോറോളയുടെ മോട്ടോ G31 എന്ന ഫോൺ വരുന്നുണ്ട്. പിന്നെ സാംസങ് M21 2021 എന്ന ഫോണൊക്കെ വരുന്നുണ്ട്. ഇപ്പറഞ്ഞ ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ തന്നെ ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പറഞ്ഞ ഫോണുകളൊക്കെ ഓൺലൈൻ ഫോൺസ് ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ LCD ഡിസ്പ്ലേയുമായിട്ട് വരുന്ന പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. ചില ഓഫ്ലൈൻ ഫോൺസിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഓൺലൈൻ ഫോൺസിലും ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഒരുമിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം പല ഓൺലൈൻ ഫോൺസിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈന്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കായിരുന്നു ഡിസ്പ്ലേ ഫീച്ചേഴ്സ്. ഇനി ഓഫ്ലൈൻ ഫോൺ ആണെന്നുള്ള കാര്യം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിലും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഗ്ലോ അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio P22 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിൻ്റെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം പഴയ പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറൊക്കെ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് നിർത്താനായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് പഴയ പ്രോസസ്സറാണെന്നുണ്ടെങ്കിലും വളരെ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ആ ഒരു പ്രോസസ്സർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ. പക്ഷേ ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 7,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ വില 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരിക്കലും നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ വളരെ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. ഓൺലൈൻ മാർക്കറ്റിൽ മാത്രമല്ല ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവോയുടെ Y21 സീരീസിൽ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വിവോ Y21e എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സർ ഇതിനേക്കാളൊക്കെ വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോണിൽ 4 GB റാം വരുന്നുണ്ട്. ആ ഫോണിൽ 3 GB റാമേ വരുന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടാണ് റാം എന്നുള്ള കാര്യം വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫോണിൽ 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 1 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് എന്നുള്ള മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള ഫുntouch സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്.
സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതിനേക്കാൾ കൂടിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് വലിയ തിരക്കേടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 13,990 രൂപയാണ്. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, അതായത് പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്തിനാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ അടുത്ത് Vivo Y21e എന്നൊരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഫോണുകളും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലുമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ Vivo Y21e എന്ന ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, എന്നാൽ വിലയാണെങ്കിൽ അതിന് കുറവുമാണ്. അപ്പം Vivo Y21a എന്ന ഫോൺ ശരിക്കും ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ഫോൺ നിരാശപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.